ശങ്കരാചാര്യരുടെ 4 ശിഷ്യന്മാരിൽ സുരേശ്വരാചാര്യ ശിഷ്യനാണ് വില്വമംഗലം സ്വാമിയാർ, നടുവൽ മഠത്തിൻ്റെ ആദ്യത്തെ സ്വാമിയാർ. അദ്ദേഹമാണ് വലിയ കാട്ടിനടുക്ക് ഭഗവാനെ കണ്ടതും അതിനുശേഷമാണ് ഈ ക്ഷേത്രമെല്ലാം വന്നത്. അപ്പോൾ വില്വമംഗലമാണ് ആദ്യമായിട്ട് അവിടെ പുഷ്പാഞ്ജലി ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആ പരമ്പരയായിട്ട് ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ മിത്രാനന്തപുരത്ത് താമസിച്ച് പുഷ്പാഞ്ജലി ചെയ്യണമെന്നൊരു നിയമം ഇതേവരെ മുടങ്ങാതെ അത് നടന്നു വന്നു. അതിൽ ഇപ്പം അത് നിർവഹിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നിരിക്കുന്നു. ഈ മൊറജപം എന്നുള്ള ഈ ഉത്സവം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ്. ഇങ്ങനൊരു ഉത്സവമായിട്ട് വേദജപമൊക്കെ പല ക്ഷേത്രങ്ങളിലും മിക്ക ക്ഷേത്രങ്ങളിലും പണ്ട് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ മൊറജപമെന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന് ഇത്രയും നൂറുകണക്കിന് ആളുകൾ ഒത്തുചേർന്ന് ഒരു 7 മുറ ജപിക്കുക 2 മാസം കൊണ്ട് മകരസംക്രാന്തിക്ക് സമർപ്പിക്കുക എന്നുള്ളത് ആരംഭിച്ചിട്ട് 275 വർഷം. അപ്പോൾ അങ്ങനെയുള്ള മുറജപമാണ് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് സമാപനത്തിൽ എത്തുകയാണ്. ഈ മുറജപം ഉണ്ടാവുക കാരണം എത്രയോ ആളുകൾ ഇത് പരമ്പരയാ കേട്ട് 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 ഇതിൽ പങ്കെടുക്കണം. പണ്ട് കാലത്തിങ്ങനെ എല്ലാവരെയും കാണാനുള്ള അവസരമോ യാത്രാ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും ഒന്നിച്ചു ചേരുന്ന വേദജ്ഞന്മാർ ഒന്നിച്ചു ചേരുന്ന വലിയൊരു രംഗം. അതിങ്ങനെ നടത്ത കാരണമാണ് ഇന്നും അല്പമെങ്കിലും ആ ഗുരുകുല സമ്പ്രദായത്തിൽ വേദം പഠിക്കുന്ന ഒരു ധർമ്മം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ മുറജപത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട്. അതിൻ്റെ ഏതാണ്ട് സമാപനം ആവാറായി. ഏതായാലും ഇനി നമുക്ക് 6 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ഇത്രയും വിപുലമായില്ലെങ്കിലും എല്ലാ വർഷവും വേദജപം നടത്താം. ഓരോ വർഷം ഓരോ വേദത്തിൻ്റെ ആയാലും മതി. അപ്പോൾ കൂടുതൽ ആൾക്ക് സൗകര്യം ചെയ്യാനും അവർക്കും വരുന്ന ആളുകൾക്കും സൗകര്യം കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വേദസംസ്കാരം വേദജപം എല്ലാ വർഷവും എല്ലാവർക്കും പങ്കെടുക്കാൻ പാകത്തിന് കാണാൻ പാകത്തിനും ഇവിടെ നടക്കണം. ഓരോ ദിവസം വേദങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ്സും കൂടി ഇവിടെ നടത്തണം. അപ്പോഴേ ജനങ്ങൾക്ക് ബോധം ഉണ്ടാവുള്ളൂ. അതും കൂടി ഇതോടനുബന്ധിച്ച് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ പുഷ്പാഞ്ജലികൾ പോലെ സമർപ്പിക്കുക.